വീഡിയോയിൽ ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് കുറച്ച് ജോബ് റിലേറ്റഡും കരിയർ റിലേറ്റഡും വീഡിയോസ് ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. LND ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബേസിക്കലി LND HR-ൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, HR ആൻഡ് LND എന്നാണ് പറയുക. നോർമലി പറയുമ്പോൾ അങ്ങനെയാണല്ലോ പറയുക. പക്ഷേ HR-ൻ്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസും വേറെ, LND ഡിപ്പാർട്ട്മെൻറ്റിലെ റെസ്പോൺസിബിലിറ്റീസ് വേറെയാണ് ഉണ്ടാവുക. വാട്ട് ഈസ് LND എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ LND എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പർട്ടിക്കുലർ ടീമാണ്. ആ ടീം അവരുടെ മെയിൻ ഒരു ഗോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ എംപ്ലോയീസിനുള്ള ട്രെയിനിങ്സ് ഉണ്ടാക്കുക. നമ്മളിപ്പോൾ ഏത് കമ്പനിയിലും ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു മാൻഡറ്ററി കോഴ്സസും ട്രെയിനിങ്സും ഒക്കെ ഉണ്ടാവും അല്ലേ. കംപ്ലയൻസ് ആയിക്കോട്ടെ, പിന്നെന്താ ഈ എത്തിക്കൽ ഹാക്കിംഗ് പോലെയുള്ള കോഴ്സസൊക്കെ ഉണ്ടല്ലോ. അതുപോലത്തെ ഉള്ള കോഴ്സസൊക്കെ ഉണ്ടാക്കുന്ന ടീമാണ് LND ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, പിന്നെ അതുകൂടാതെ ഈ തേർഡ് പാർട്ടി ആയിട്ട് എടുക്കുന്ന ചില കമ്പനീസ് ഉണ്ടാവും. വേറെ കമ്പനിയുടെ ഇങ്ങനെ കോഴ്സസൊക്കെ ഉണ്ടാക്കാൻ തേർഡ് പാർട്ടി ആയിട്ട് വേറൊരു കമ്പനി എടുക്കും. അങ്ങനെയും LND ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വെറും ഡയറക്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ കോഴ്സസ് മാത്രമല്ലാതെ വേറെ തേർഡ് പാർട്ടി കമ്പനീസിൻ്റെ എഗ്രിമെൻറ്റ് എടുത്തിട്ടും അങ്ങനെ കോഴ്സസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി LND ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുക. നെക്സ്റ്റ്, കീ ജോബ് റോൾസ് ഇൻ LND. അപ്പോൾ LND ഡിപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് കീ ജോബ് റോൾസ് ഞാൻ ലിസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് കമ്പനി ടു കമ്പനി ഡിപ്പെൻഡ് ആവും. ഓക്കെ, ഫസ്റ്റ് ഇസ് ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ. ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ ബേസിക്കലി ഒരു കീ റോളാണ് ഈ ഒരു LND ഡിപ്പാർട്ട്മെൻറ്റിൽ. കാരണം അവരുടെ റോൾസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അവർ ഈ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും റോ മെറ്റീരിയലാവും ഈ ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ അല്ലെങ്കിൽ IDയുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ അവരാണ് ഈ റോ മെറ്റീരിയലിനെ പ്രസൻറ്റബിൾ വേയിൽ പ്രസൻറ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? ഈസി വേയിലാണ് ഞാൻ പറയുന്നത്, സോ ദാറ്റ് എല്ലാവർക്കും മനസ്സിലാവും. ഈ ലേണിംഗ് ഡെവലപ്പേഴ്സാണ് ഈ കോഴ്സിനെ ഒരു ടൂളിൽ ഉണ്ടാക്കുക. ഓരോ സോഫ്റ്റ്വെയർസ് ഉണ്ട് ഈ LND ഡിപ്പാർട്ട്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന ഓരോ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ആർട്ടിക്കുലേറ്റ് സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ആർട്ടിക്കുലേറ്റ് റൈസ്, പിന്നെ അഡോബി ക്യാപ്റ്റിവേറ്റ്, പിന്നെ ക്യാംടേഷ്യ, ലെക്ടോറ, അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് ഈ ട്രെയിനിങ്സ് ഉണ്ടാക്കാനുള്ള സോഫ്റ്റ്വെയർ. സോറി, എൻ്റെ തൊണ്ട വേദനിക്കുന്നുണ്ട്, അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മെയിൻ റോൾസ് ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ, പിന്നെ ഈ ലേണിംഗ് ഡെവലപ്പർ, പിന്നെ ടെസ്റ്റിംഗ് ടീം വരുന്നുണ്ട്, ക്വാളിറ്റി അനാലിസിസ്. ഓക്കെ, ടെസ്റ്റിംഗ് ടീം പിന്നെ അതിനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് അത് LMS ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം LMSലാണ് കോഴ്സസ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ LMSൽ അപ്ലോഡ് ചെയ്യാൻ ഒരു LMSൻ്റെ ടീമും ഉണ്ടാവും, LMS അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു റോളും അതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് മെയിൻ റോൾസ്: ID, ലേണിംഗ് ഡെവലപ്പർ, ക്വാളിറ്റി അനാലിസിസ് ടീം, LMS അഡ്മിനിസ്ട്രേറ്റർ. ഈ കീ റോൾസിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽസ് ഏതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് PPT സ്കിൽസ് വേണം, പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള ഒരു സ്കിൽസ് വേണം, പ്രസൻറ്റേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽസ് വേണം, വിഷ്വലൈസേഷൻ സ്കിൽ വേണം, പിന്നെ ഈ ടൂൾസ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ആ സോഫ്റ്റ്വെയർസിൻ്റെ കുറച്ച് ബേസിക് ഫൗണ്ടേഷൻ നോളജെങ്കിലും വേണം. കാരണം ഈ ടൂൾസൊക്കെ ഫ്രീ അല്ല, എല്ലാതും ലൈസൻസ് ബേസ്ഡ് ടൂൾസാണ്. അപ്പോൾ നമുക്കത് പഠിക്കണം എന്നുണ്ടെങ്കിലും നമുക്കൊരു 30 ഡേയ്സിന് ഫ്രീ ട്രയൽ വേർഷനാണ് കിട്ടുക. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും ആ ടൂളിൻ്റെ. ഓക്കെ, അത് കാരണമാണ് ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഐഡിയ നമുക്ക് ആ ടൂൾസിനെ പറ്റിയിട്ടുണ്ടാവണം. പിന്നെ നമുക്ക് അത് ഓരോ വർക്ക് നമുക്ക് കിട്ടുന്ന അനുസരിച്ചിട്ട് നമുക്ക് അതിൽ ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ആവും. ഓക്കെ, കാരണം അത് നമുക്ക് ബൈ ചെയ്തിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള അത്ര അഫോർഡബിൾ ടൂൾസ് അല്ല. വേറെ സ്കിൽ വേണ്ടത് കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം നന്നായി വേണം, ഇംഗ്ലീഷ് അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞിരിക്കണം, പിന്നെ വീഡിയോ എഡിറ്റിംഗ് സ്കിൽസ് വേണം. ഇത് ഈ എല്ലാ ടീം മെമ്പേഴ്സിനും ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം എല്ലാ ടീം മെമ്പേഴ്സും പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് IDയും ഈ ലേണിംഗ് ഡെവലപ്പറിനും ഈ എല്ലാ സ്കിൽസും ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്. കാരണം ID ആദ്യം ഡിസൈൻ ചെയ്യുമ്പോഴും IDക്ക് ഈ നോളജ് ഉണ്ടെങ്കിലാണ് IDക്ക് അതിൻ്റെ അനുസരിച്ചിട്ട് ഒരു കോഴ്സിൻ്റെ ആ ഫസ്റ്റ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. യു ക്യാൻ എൻറ്റർ ഇൻ ടു ദിസ് ഫീൽഡ്. അപ്പോൾ ഈ LND ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാം. ഓക്കെ,
ഏതൊരു കോഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിലും LND ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ LND ഏതൊരു കോഴ്സസും ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ചില LND ഫീൽഡിൽ നമുക്ക് IT റിലേറ്റഡ് കോഴ്സസ് ആയിരിക്കും, പിന്നെ ഫൈനാൻസ് ബേസ്ഡ് കോഴ്സസ് ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ അപ്പോൾ ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ യൂസ്ഫുൾ ആവും. അങ്ങനെ ഓക്കെ, ഇത് രണ്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ബേസിക്കലി ആർക്ക് വേണമെങ്കിലും LND ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻട്രി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ആർക്കെങ്കിലും കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. LND ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി അറിയാത്തവർക്ക് എന്തെങ്കിലും കുറച്ച് ഐഡിയയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഒരു ടിപ്പ് ഞാൻ പറയുകയാണെങ്കിൽ, ഈ ഫീൽഡിലുള്ളവർ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ നോക്കുക. കുറച്ച് ടൈപ്സ് ഓഫ് കോഴ്സസ് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഫ്രീ ട്രയൽ വേർഷൻസ് യൂസ് ചെയ്തിട്ട്, ഓത്തറിംഗ് ടൂൾസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കി ഒരു പോർട്ട്ഫോളിയോ റെഡിയാക്കി വെക്കാൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഫീൽഡിലേക്ക് വരാൻ നിങ്ങൾക്ക് അത്രയും പാഷൻ ഉണ്ടാവണം. ആ ഒരു ഡിസൈനിങ്ങിലേക്കും പ്യുവർലി സ്കിൽ ബേസ്ഡ് ആണ്. നമുക്ക് ഒരു ഐഡിയയും ഒരു സെയിം ഫോർമാറ്റിൽ ഒരു വർക്ക് ചെയ്യുക അതല്ല ഈ ഒരു റോൾസിൽ ചെയ്യുക. നമുക്ക് എല്ലാ കോഴ്സസിനും അതിൻ്റേതായ ഡിഫറൻസസ് ഉണ്ട്, അതിൻ്റേതായ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. ഒരുപാട് ടെക്നിക്കൽ കോഴ്സസ് വരും, കുറച്ച് പോളിസി ബേസ്ഡ് കോഴ്സസ് വരും. അങ്ങനെ എല്ലാ കോഴ്സസും വാരി ചെയ്യും. എല്ലാ കോഴ്സസും ഡിഫറെൻറ്റ് കോഴ്സസാണ്. ഓക്കെ, അപ്പോൾ പ്യുവർലി നിങ്ങൾക്ക് അതിനുള്ള പാഷനും ഇൻട്രസ്റ്റും ഉണ്ടെങ്കിൽ ഈ ഫീൽഡിനെ പറ്റിയും ഞാൻ പറഞ്ഞ ജോബ് റോൾസിനെ പറ്റിയും എല്ലാവരും സെർച്ച് ചെയ്യുക, കൂടുതൽ മനസ്സിലാക്കാൻ നോക്കുക. പിന്നെ നമ്മുടെ സർട്ടിഫിക്കേഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട്. കോഴ്സറിയിലുണ്ട്, യുഡെമിയിലുണ്ട്, അതിലൊക്കെ ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സസ് നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ഇത് ലോങ് ആയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കണ്ടു നോക്കുക. ഹെൽപ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസിൽ അറിയിക്കുക. ആരെങ്കിലും ഈ ഫീൽഡിൽ വർക്ക് ചെയ്യണവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.